ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഈ ജീവിതം മതി, ആത്മഹത്യ ചെയ്താലെന്താ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ കാണാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നാം എങ്ങനെ അതിനെ അതിജീവിക്കുന്നു എന്നതാണ് പ്രധാനം. ഇന്ത്യ മഹാരാജ്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന നാടിൻ്റെ കണക്കിൽ കേരളം 4-ാം സ്ഥാനത്ത് എന്നത് വളരെ ഞെട്ടലോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിൽ കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ആത്മഹത്യാ നിരക്കിൽ മുന്നിട്ട് നിൽക്കുന്നത്. 18-നും 30-നും ഇടയിലുള്ള പ്രായക്കാരിലാണ് കൂടുതലായി ആത്മഹത്യാ പ്രവണത കാണുന്നത്. ആത്മഹത്യയിൽ സ്ത്രീകളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നത് പുരുഷന്മാരാണ്. എന്താണ് ആത്മഹത്യ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ലോക ജീവിതത്തിൽ തുടർന്ന് ജീവിക്കുവാനുള്ള അവസരം ഉപയോഗിക്കാതെ സ്വയം ശിക്ഷിച്ച് നശിക്കുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ആരും പറഞ്ഞിട്ടോ നമ്മുടെ ഇഷ്ടപ്രകാരമോ അല്ല ഈ ലോകത്തിൽ ജനിച്ചത്. നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി, തൊലിയുടെ നിറം, സൗന്ദര്യം, വൈകല്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ ദൈവം നിശ്ചയിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. നാം എത്ര നാൾ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യണം, എന്തെല്ലാം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അത് പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ ജീവൻ എടുക്കുവാൻ നമുക്ക് അവകാശമില്ല. സൃഷ്ടാവ് ചെയ്യേണ്ട കാര്യം നാം സ്വയം ശിക്ഷയായി ചെയ്യുന്നതാണ് ആത്മഹത്യ. തുടർന്ന് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. എന്തിനാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് ആർക്കും പറയുവാൻ കഴിയുകയില്ല. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ പ്രത്യേക കാരണങ്ങൾ പറയുവാൻ ഉണ്ടാകും. പൊതുവായ ചില കാരണങ്ങൾ മാത്രം നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. 1. എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും, കടബാധ്യതയിൽ നിന്നും, മാറാ രോഗത്തിൽ നിന്നും, തീരാ വേദനയിൽ നിന്നും കരകയറാൻ കഴിയുകയില്ല, ഞാനിനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന തോന്നൽ മനസ്സിൽ വരുമ്പോൾ ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നു. 2. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് അത് നിമിത്തം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു. 3. പെട്ടെന്നുണ്ടാകുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം, അപകടം, ഉപജീവനത്തിനുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുമ്പോൾ മറ്റും മനസ്സ് തളർന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു. 4. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാടിൽ മനസ്സ് തളർന്ന് വിഷാദരോഗിയായിത്തീരുന്നു. അത് പിന്നെ മരണത്തിലേക്ക് നയിക്കുന്നു. 5. സിനിമയിലോ സോഷ്യൽ മീഡിയയിലോ കണ്ട മരണരംഗം ഓർത്ത് പ്രതിസന്ധി വരുമ്പോൾ അതിലേക്ക് ശ്രമിക്കുന്ന ആളുകളും ഉണ്ട്. 6. പ്രായമായവർ, രോഗികൾ, തങ്ങളെ നോക്കാൻ ആരുമില്ലാത്തവർ, മക്കൾ നോക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ ഇനി മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവരായിട്ട് ഉണ്ട്. 7. പെട്ടെന്നുണ്ടാകുന്ന വിഷമത്തിൽ തുടർന്ന് ഒരു വീണ്ടും വിചാരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവർ അനേകരാണ്. ക്ലാസ് ടീച്ചർ പരസ്യമായി വഴക്ക് പറഞ്ഞ കാരണത്താൽ, മാത്രമല്ല പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന് മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞ കാരണത്താൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. 8. പ്രേമനൈരാശ്യത്താൽ ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന യുവതി യുവാക്കന്മാർ ഉണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് മനുഷ്യർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. ഇനി ആത്മഹത്യ വരുത്തി വയ്ക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാര മാർഗമാകുന്നില്ല. അത് ഭീരുത്വത്തോടു കൂടിയ ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ ചെറിയ കുടുംബം തുടർന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ വലുതാണ്. ആ സ്ത്രീക്ക് ഭർത്താവ് ഇല്ലാതെയായി, 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പിതാവ് ഇല്ലാതെയായി, പറക്കം പറ്റാത്ത 2 കുഞ്ഞുങ്ങളെ വളർത്താൻ എവിടെ നിന്ന് വരുമാനമുണ്ടാകും? അവരുടെ കാര്യങ്ങൾ ആര് നോക്കും? ഇതെല്ലാം മരണം വഴി പോകുന്നവർ അറിയുന്നില്ല. അതിനാൽ അങ്ങനെയുള്ള ദോഷങ്ങൾ ആർക്കും വരാതിരിക്കണമെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ ഇരിക്കണം. ഇനി ആത്മഹത്യ ചെയ്യുന്നവർക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് നോക്കാം. എത്ര പരിശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തവർ, പല കടബാധ്യതകൾ വരുത്തി വെച്ചവർ, പരീക്ഷ എഴുതിയിട്ട് വിജയിക്കയില്ല എന്ന തോന്നൽ ഉണ്ടായവർ തുടങ്ങിയവർ പലരും
മരിച്ച് കഴിഞ്ഞതിന് ശേഷം അധിക നാൾ കഴിയും മുമ്പേ ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന ചരിത്രമുണ്ട്. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് കിട്ടിയ വാർത്ത കേൾക്കുവാൻ ആളില്ലാത്ത അവസ്ഥ. വരുത്തിവെച്ച കടം, ശേഷമുള്ളവർ നികത്തിയ സംഭവങ്ങൾ എല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എടുത്തു ചാടി മരണത്തിലേക്ക് പോകാതെ, ഇതെല്ലാം എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അധികം താമസിക്കാതെ എനിക്കും ഒരു നല്ല കാലം വരും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഓരോരുത്തർക്കും വേണ്ടത്. പെട്ടെന്നുള്ള അതിവേഗത്താൽ ആത്മഹത്യ ചെയ്തവർക്ക് വന്നിട്ടുള്ള നഷ്ടം അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ്. അതല്ലാതെ നാട്ടുകാർക്ക് ഒരു നഷ്ടവും വരാനില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി എങ്ങനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിയുവാനായിട്ട് സാധിക്കും എന്ന് നമുക്കൊരു പരിശോധന നടത്താം. 1. പരിഹാരമില്ലാത്ത ഒരു വിഷയവും ലോകത്തിലില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരിഹാരത്തിനായി ചിലതിന് സമയമെടുത്തെന്ന് വരും. പരിഹാരം ഉണ്ടാകും. പരിഹാരമാർഗം നാം പരിശ്രമത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കണം. 2. മനസ്സ് തളർന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഏറ്റവും വിശ്വാസവും അടുപ്പമുള്ള സ്നേഹിതരോട് ആ കാര്യം പങ്കുവയ്ക്കുവാൻ സാധിക്കണം. തീർച്ചയായും അവരിലൂടെ പരിഹാരമാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 3. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി ഉപയോഗത്തിനും അടിമകളായവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കുകയും ചികിത്സിപ്പിക്കുകയും ചെയ്യണം. മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെ അതനുസരിച്ച് ചികിത്സിപ്പിച്ച് സമയത്തിന് മരുന്ന് കൊടുക്കണം. തീർച്ചയായും അതെല്ലാം മാറിക്കിട്ടും. 4. കടബാധ്യതകൾ വരുത്തി വയ്ക്കാതെ നോക്കണം. കടബാധ്യതകൾ വന്നാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ സാവകാശം കണ്ടെത്താൻ ശ്രമിക്കണം. 5. പ്രേമനൈരാശ്യം, ഭാര്യയുടെ മരണം, ഭർത്താവിൻ്റെ മരണം തുടങ്ങിയവയ്ക്ക് പ്രതിവിധി കണ്ടെത്തിയേ മതിയാവൂ. ഒരു സ്ത്രീ പോയാൽ വേറൊരു സ്ത്രീ, ഒരു ഭർത്താവ് മരിച്ചാൽ വേറൊരു ഭർത്താവ്. ജനനവും മരണവും ലോകത്തിലുള്ളതാണ്. അതിൻ്റെ പിന്നാലെ പോയി സ്വന്തം ജീവിതം നശിപ്പിക്കാതിരിക്കണം. ഇനി പ്രതിവിധി വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് നോക്കാം. പ്രതിസന്ധി ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവരെയും ആത്മഹത്യ ചെയ്തവരെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. ഏലിയ പ്രവാചകനും യോന പ്രവാചകനും മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചവരാണ്. പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എത്ര ഭക്തനായാലും അങ്ങനെയുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ മരണത്തിലേക്ക് നയിക്കാതെ ദൈവം അവരെ രക്ഷിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും യൂദയും അതിൽ ഒരുത്തൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, മറ്റവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. രണ്ടുപേരും ശരിക്കും ഒരേ തെറ്റു ചെയ്തവരാണ്. രണ്ടുപേർക്കും പിന്നെ സംഭവിച്ചതെന്താണെന്ന് പരിശോധിക്കാം. രണ്ടുപേർക്കും ഒന്നുപോലെ കുറ്റബോധമുണ്ടായി. പത്രോസ് ദൈവത്തോട് ക്ഷമാപണം ചെയ്ത് മടങ്ങി വന്നു. യൂദയ്ക്ക് കുറ്റബോധമുണ്ടായി, എന്നാൽ അവൻ പശ്ചാത്തപിച്ച് മടങ്ങി വരാതെ ആത്മഹത്യ ചെയ്തു. യൂദയും പശ്ചാത്തപിച്ച് മടങ്ങി വന്നെങ്കിൽ പത്രോസിനെ പോലെ പിന്നെയും ദൈവം അവനെ ഉപയോഗിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ആത്മഹത്യയിലേക്ക് പോകാൻ ശ്രമിച്ച അനേകരെ കർത്താവ് രക്ഷിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ കൂടെയുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആത്മഹത്യ എന്ന ചിന്ത വന്നാൽ ഒരിക്കലും അത് തുടർന്നു കൊണ്ടുപോകുവാൻ പാടില്ല. അത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ്. ഞാനത് ഒരിക്കലും ചെയ്യുകയില്ല, സർവശക്തനായ ദൈവം എനിക്ക് വഴി തുറക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആത്മഹത്യയിൽ നിന്നും പിന്മാറണം. ദൈവം നിങ്ങളെ അതിന് സഹായിക്കും, നിശ്ചയം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.